പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എൻ്റെ വ്യൂസ് നേരിടുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? അതിൽ ഒരു മോചനം എൻ്റെ വ്യൂസിന് ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കാരണം നിങ്ങൾ ഒരു കാർമിക് സിറ്റുവേഷനിലായിരിക്കുന്നു. ഓക്കെ, ഈ ഒരു കാർമിക് സിറ്റുവേഷനിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ അത് കർമ്മ ബേസിലാണ് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശമാണ് ലഭിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് നേരിടുന്നതായിട്ടുള്ള പ്രശ്നം എന്താണ്? 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. സ്ട്രഗിൾ സിറ്റുവേഷനാണ് നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അനുഭവിക്കുന്നത് അതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇത്. ഓക്കെ, വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും അറിയാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം എൻ്റെ വ്യൂസിന് ഉണ്ടാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു മാറ്റം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു ബ്ലാക്ക് എനർജിയുടെ സാന്നിധ്യത്തിലാണ് നിങ്ങൾക്ക് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ബ്ലാക്ക് എനർജി, ഒരു ഡെവിൾ എനർജി ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു ഡെവിൾ എനർജിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. പ്രപഞ്ചം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. 4 ഓഫ് കോയിൻ്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് ഗ്രോത്ത് വന്നു ചേരുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്നു. ഇവിടെ ബട്ടർഫ്ലൈസിനെ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അവെയർനെസ് വരുന്നുണ്ട്, ഒരു മാറ്റം വരുന്നുണ്ട് ജീവിതത്തിൽ. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ഒരു വലിയ മാറ്റമാണ് വരുന്നത്. സാമ്പത്തികമായിട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ ഒരു മാറ്റം വരുമോ? തീർച്ചയായിട്ടും വരും. ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ വ്യൂസിന് ഒരു ക്ലാരിറ്റി വരുന്നു, ഒരു വിജയം വരുന്നു, അനുഗ്രഹം വരുന്നു. താങ്ക് യു യൂണിവേഴ്സ്. റിലേഷനുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റമാണ് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഭാഗ്യചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് സഞ്ചരിക്കാൻ പോകുന്നത്. കാരണം ഇവിടെയും മാറ്റങ്ങളുടെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ മാനസികമായിട്ടാണെങ്കിലും എല്ലാം ഇവിടെ ബാലൻസിങ്ങിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തികവും റിലേഷനും എല്ലാം നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരുന്നതായി കാണുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി എന്താണ്? ഓക്കെ, നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അത് പ്രപഞ്ചത്തോടാണെങ്കിലും നിങ്ങളുടെ സോളിനോടാണെങ്കിലും മറ്റുള്ള വ്യക്തികളോടാണെങ്കിലും നിങ്ങളത് ചെയ്യുക. ഓക്കെ, കൂടുതൽ റീഡിങ്ങിന് ചാനൽ സബ്സ്ക്രൈബ്